ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഹുവാവിയുടെ ഒരു ഫോണിനെ കുറിച്ചാണ്. കുറച്ച് മാസങ്ങളായി നമ്മൾ ഹുവാവിയുടെ ഫോണിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നല്ല അടിപൊളി നല്ലൊരു ബഡ്ജറ്റിൽ വരുന്നൊരു ഫോണും കൂടാണിത്. ഹുവാവി നോവ 9SE എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഹുവാവി നോവ 9SE എന്ന് പറയുന്ന മോഡലിൻ്റെ ബോക്സ്. എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് നമ്മളെ ഫോൺ തന്നെയാണ്. ഇതിന് മുമ്പേ ഇറങ്ങിയിട്ടുള്ള നോവ 8ലും നോവ 9ലൊക്കെ വന്നിട്ടുള്ള അതേ ഒരു ലുക്കിലാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ വരുന്ന ഈ ഒരു വേരിയൻറ്റ് 8GB റാമും 128GB ഇൻ്റർണൽ സ്റ്റോറേജുമുള്ള ക്രിസ്റ്റൽ ബ്ലൂ എന്ന കളറാണ്. ഇത് കൂടാതെ 2 കളറിലും കൂടെ ഈ ഫോൺ വരുന്നുണ്ട്. മിഡ് നൈറ്റ് ബ്ലാക്ക്, പീൽ വൈറ്റ് എന്ന കളേഴ്സിലാണ് ഈ ഫോൺ വരുന്നത്. ഇത് കൂടാതെ ബോക്സിൽ സിം എജക്റ്റ് ചെയ്യാനുള്ള ടൂളും പിന്നെ ഒരു ക്ലിയർ കേസ് നമുക്ക് ബോക്സിന് കൂടെ വരുന്നുണ്ട്. പിന്നെ സൂപ്പർ ഫാസ്റ്റ് ചാർജർ അഡാപ്റ്ററും പിന്നെ ടൈപ്പ് സി കേബിളുമാണ് ഈ ബോക്സിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫോൺ. ഫസ്റ്റ് തന്നെ ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഡുവൽ ഫിലിം ഡുവൽ പ്ലാറ്റിങ്ങിൽ വരുന്ന നാനോ ടെക്സ്ചർ കോട്ടിങ്ങിൽ വരുന്ന 3D ഗ്ലാസ് ഡിസൈനോട് കൂടെയുള്ള ഒരു ബാക്ക് സൈഡാണ് ഈ ഒരു ഫോണിന് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ബാക്ക് സൈഡിൽ ഭയങ്കര അട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് സൈഡാണ് ഈ ഫോണിന് വരുന്നത്. ലൈറ്റൊക്കെ തട്ടുന്ന സമയത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നതും കാണാം. പെട്ടെന്ന് ഫിംഗർ പ്രിൻറ്റ് ക്യാച്ച് ചെയ്യുന്ന ഒരു ബോഡിയും കൂടെയാണിത്. പിന്നെ ബാക്കിൽ ഇത് കൂടാതെ 4 ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഫോണിൻ്റെ ഒരു ഹാർഡ്വെയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ താഴെ ഭാഗത്തായിട്ട് സ്പീക്കർ ഗ്രില്ല്, അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ട്, പിന്നെ ഒരു മെയിൻ മൈക്കും ആണുള്ളത്. ഇനി റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ ആൻഡ് വോളിയം ബട്ടൺ വരുന്നത്. ഈ പവർ ബട്ടൻ്റെ മുകളിൽ തന്നെയാണ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നത്. വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിന് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ സെക്കൻഡ് കൊണ്ട് തന്നെ സെൻസായിട്ട് വരുന്നുണ്ട് ഫിംഗർ. ഇനി ഫോണിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് സിം ട്രേ വരുന്നത്. ഈ സിം ട്രേയിൽ നമുക്ക് ഒരേ സമയത്ത് ഒരു നാനോ സിം കാർഡും അതുപോലെ തന്നെ ഒരു മൈക്രോ SD കാർഡ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണ് ഇവിടെ വരുന്നത്. കൂടാതെ ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കുമാണ് മുകളിലുള്ളത്. ഇനി ലെഫ്റ്റ് സൈഡിൽ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇനി ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് IPS LCD 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നൊരു ഡിസ്പ്ലേ ആണ് ഈ ഫോൺ വരുന്നത്. 89.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോയും അതുപോലെ 387 ppi ആണ് ഡിസ്പ്ലേ ഡെൻസിറ്റിയും വരുന്നത്. സ്ക്രീനിൻ്റെ റീഫ്രഷ് റേറ്റ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഡൈനാമിക്, ഹൈ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൈനാമിക്കിലും ഹൈയിലും നമുക്ക് 90 Hzലും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡിൽ നമുക്ക് 60 Hzലും ഇവിടെ സെറ്റ് ചെയ്യാം. ഒരു ബെസൽലെസ് ഡിസ്പ്ലേയും കൂടാണിത്. നല്ല ഈസി ആയിട്ട് ഒരു ഹാൻഡ് കൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫോണും കൂടാണിത്. ഇതിൽ 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല വെയിലത്ത് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ തന്നെയാണ്. ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 108 മെഗാപിക്സലിൻ്റെ f1.9 അപ്പേച്ചർ വാല്യൂ ഉള്ള ഒരു മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേച്ചർ വാല്യൂ വരുന്ന ഒരു അൾട്രാ വൈഡ് ക്യാമറയും അതുപോലെ തന്നെ 2 മെഗാപിക്സൽ വീതമുള്ള മാക്രോ ക്യാമറയും അതുപോലെ തന്നെ ഡെപ്ത് സെൻസറും ആണ് ഇതിൽ ക്യാമറകളായിട്ട് വരുന്നത്. ക്യാമറ ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റുന്നത് അപ്പേച്ചർ, അതുപോലെ തന്നെ നൈറ്റ് മോഡ്, പോർട്രേറ്റ്, ഫോട്ടോ, വീഡിയോ, മോറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെയും കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഇതിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ബൊക്ക എഫക്റ്റിലും അതുപോലെ തന്നെ ബ്യൂട്ടി ആയിട്ടൊക്കെ തന്നെ നമുക്ക് ഇതിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫിൽറ്റർ ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് വേറെയും നല്ല ഓപ്ഷൻസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലെടുക്കുന്ന നൈറ്റ് ഫോട്ടോസിനൊക്കെ തന്നെ നല്ല ക്വാളിറ്റിയാണ് കാണാൻ സാധിച്ചത്. ഇതിലെടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ മാത്രമാണ്. അതുപോലെ തന്നെ ഇതിൽ വീഡിയോയിൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഒന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ ഇറങ്ങുന്ന ഓൾമോസ്റ്റ് ഫോണുകളിൽ നമുക്ക് 4K വീഡിയോ റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിൽ ഫുൾ HD വീഡിയോ റെസൊല്യൂഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അത് നല്ലൊരു കുറവായിട്ട് തന്നെ പറയാം. ഇനി വീഡിയോയിലായാലും ഫോട്ടോയിലായാലും നമുക്ക് 10x വരെയാണ് സൂം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്ന ക്യാമറ സാമ്പിൾസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രമാത്രം ഉണ്ട് ഇതിലെടുത്തിട്ടുള്ള ഫോട്ടോസിനും വീഡിയോസിനും ക്വാളിറ്റി എന്നൊക്കെ. ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേച്ചർ വാല്യൂ ഉള്ള ഒരു ക്യാമറ ആണ്. ഇതിൽ നമുക്ക് ബൊക്ക എഫക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ബ്യൂട്ടി ഓപ്ഷനിലും ഫിൽറ്റർ മോഡിലൊക്കെ തന്നെ ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ തന്നെയാണ്. ഇനി ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ Android 11ഉം അതുപോലെ തന്നെ EMUIയുടെ
12 ആണ് ഇതിലുള്ളത്. നിങ്ങൾക്കറിയാം ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള Huawie ഫോണുകളിലൊന്നും തന്നെ നമുക്ക് ഗൂഗിൾ പ്ലേ സർവീസ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ഫോണിലും നമുക്ക് ഗൂഗിളിൻ്റെ പ്ലേ സർവീസ് ഒന്നും വരുന്നില്ല. ഇങ്ങനെ ഗൂഗിൾ പ്ലേ സർവീസ് വരാത്തത് കൊണ്ട് നമുക്ക് പ്ലേ സ്റ്റോർ ഒന്നും ഇതിൽ അവൈലബിൾ അല്ല. ഇതിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് Huaweiയുടെ തന്നെ ആപ്പ് സ്റ്റോർ ആണ്. അതിൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ. ഇനി ഈ ഫോൺ അവൈലബിൾ ആവുന്നത് 2 വേരിയൻറ്റിലാണ്. 8GB RAM 128GB ഇൻറ്റേർണൽ സ്റ്റോറേജിലും അതുപോലെ തന്നെ 8GB RAM 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്നിങ്ങനെ 2 വേരിയൻറ്റിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 680 4G എന്നൊരു പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ അഡ്രിനോൻ്റെ 610 എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സുമാണ് ഈ ഒരു ഫോണിലുള്ളത്. നിങ്ങൾക്കിവിടെ കാണാം, ഇതിൽ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ഹൈ ഗ്രാഫിക്സിലും അതുപോലെ തന്നെ ഒരു ലാഗോ ഒരു ഫ്രെയിം മിസ്സിങ്ങോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിൽ കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിൽ വരുന്ന കുറച്ച് കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ വൈഫൈയിൽ 5 GHz സപ്പോർട്ടാണ്, ഡുവൽ ബാൻഡ് വൈഫൈ ആണ്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.1 ആണ്, പിന്നെ NFC സപ്പോർട്ടാണ്, GPS സപ്പോർട്ടാണ്. ഇതിൽ 4G സപ്പോർട്ടുള്ളൂ, 5G സപ്പോർട്ടല്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഗൂഗിൾ പ്ലേ സർവീസ് വരാത്തത് കൊണ്ട് ഇതിൽ ഗൂഗിൾ പേ പോലുള്ള ആപ്ലിക്കേഷൻ ഒന്നും തന്നെ വർക്കാവുന്നില്ല. അതുപോലെ തന്നെ ബാങ്കിൻ്റെ ആപ്സൊക്കെ കുറച്ച് ആപ്പ് മാത്രമേ ഇതിൽ വർക്കാവുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ അല്ല, GCC കൺട്രിയിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ സെക്യൂരിറ്റി ലോക്കുകളായിട്ട് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഫേസ് ലോക്കുമാണ്. ഇനി ഫോണിൽ വരുന്നത് 4000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ്. ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 66 വാട്ടിൻ്റെ ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജറും ബോക്സിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. വെറും 20 മിനിറ്റ് കൊണ്ട് 75% ചാർജ് ആവും എന്നാണ് കമ്പനി പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ലൗഡായിട്ടുള്ള സൗണ്ടാണ് ഈ ഒരു ഫോണിന് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇവിടെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു ഫോണിന് UAE വരുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ 8GB ആൻഡ് 128GB വരുന്നത് 1199 ദിറംസ് ആണ്. അപ്പോൾ ഫോണിൻ്റെ ടോട്ടൽ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് നല്ല സ്റ്റോറേജ് ആണ് കിട്ടുന്നത്. ഗ്രാഫിക്സും പ്രൊസസ്സറും ഒക്കെ തന്നെ നല്ലതാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഡിസൈനുമാണ് ഇതിന് വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇതിലൊരു ഗൂഗിൾ പ്ലേ സർവീസ് വരാത്തത് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് Huawei Nova 9 SE എന്ന് പറയുന്ന മോഡലിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ഫോണിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ഓൺ ആക്കി വെക്കുക. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി കാണുന്നത് വരെ ബൈ.